ഇന്ന് നമുക്കുണ്ടല്ലോ നോമ്പൊക്കെ തുറക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുവേ. അതിനായിട്ടൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് സവാളയും കൂടെ ചെറുതായിട്ട് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്ത ഒരു 2 പച്ചമുളകും ഒരു കുറച്ച് ഇഞ്ചിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെയാണ്. ഇതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഈ സമയം ഞാനിവിടെ ഇത് കണ്ട ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട രണ്ടായിട്ട് വേർപെട്ട് പോകാത്ത രീതിയിൽ അതിനകത്തെ മഞ്ഞക്കരു നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അകത്ത് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുത്താൽ മതി. ഇത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകല്ലേ കേട്ടോ, നമുക്കതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ ഇത് സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞക്കരുവുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സമയം വേണമെങ്കിൽ നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ചേർക്കാം. ഞാനിവിടെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. മല്ലിയിലയൊക്കെ ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മുട്ടക്കരുവിൻ്റെ വലുപ്പം ഉണ്ടല്ലോ, മുട്ടയുടെ മഞ്ഞ, അതിൻ്റെ വലുപ്പത്തിന് ചെറിയ ബോളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാല നമുക്ക് അതുപോലെ ചെറിയ ബോളാക്കിയിട്ട് നമ്മൾ നേരത്തെ മുട്ടയുടെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്ത് മുട്ട പൊട്ടിപ്പോകാതെ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് വിട്ടുപോകാതെ അവിടെ തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു മുട്ടയുടെ ഇതുണ്ടല്ലോ ഒന്ന് പതപ്പിച്ചെടുത്ത ശേഷം, ഒരു മുട്ട പതപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഈ മിക്സ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട ഒന്ന് അതിനകത്ത് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ റോൾ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു തവണ ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം പിന്നെ ഒന്നും കൂടെ നമ്മൾ ആ മുട്ടയുടെ ഡിപ്പിനകത്ത് ഒന്നുകൂടെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ ബ്രെഡ് ക്രംസിനകത്ത് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്നും വിട്ടു പോകാതെ നന്ന രീതിയിൽ തന്നെ കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ 2 തവണ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ തീ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. ഓൾറെഡി നമ്മുടെ മുട്ടയുടെ അകത്തുള്ള ഫില്ലിംഗ് എല്ലാം വെന്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ ബ്രെഡ് ക്രംസ് കരിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ആ കളറൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളർ ആയിട്ട് വരും. അപ്പം തീ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കാം. അങ്ങനെ നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുത്താലുണ്ടല്ലോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ.